നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ണപുരത്ത് ഭാര്യയെ തലക്കടിച്ചു കൊന്നു, ഭർത്താവ് കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിനി മഞ്ജു. ഭർത്താവ് മണികണ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് കാരണം മദ്യപിച്ചുള്ള വാക്കുതർക്കമെന്ന സൂചന. കൊട്ടിയൂർ പീഡനം 3 പ്രതികൾ കീഴടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാവൂർ സിഐക്ക് മുന്നിൽ കീഴടങ്ങിയത് ഫാദർ തോമസ് ജോസഫ് തേരകവും കന്യാസ്ത്രീകളായ ബെറ്റി ജോസും ഒഫീലിയും. കീഴടങ്ങൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തളാപ്പിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർക്ക് വെട്ടേറ്റ സംഭവം. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച തളാപ്പിൽ BJPയുടെ പ്രതിഷേധ കൂട്ടായ്മ. 20-ന് കണ്ണൂർ DYSP ഓഫീസിലേക്ക് മാർച്ച്. പ്രതികളെ പിടികൂടാത്ത പോലീസ് CPM-ന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന BJP നേതാക്കൾ. വാർത്തകൾ വിശദമായി. കണ്ണപുരത്ത് ഭാര്യ തലക്കടിയേറ്റ മരിച്ച നിലയിൽ. ഭർത്താവ് കസ്റ്റഡിയിൽ. തമിഴ്നാട് സ്വദേശിനി മഞ്ജു ആണ് ചുണ്ടവയലിൽ വാടക ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ടത്. ഭർത്താവ് മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണപുരം ചുണ്ടവയലിലാണ് ഭർത്താവ് മണികണ്ഠൻ ഭാര്യ മഞ്ജുവിനെ തലക്കടിച്ചു കൊന്നത്. തമിഴ്നാട് സ്വദേശികളായ ഇവർ ചുണ്ടവയലിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. സ്ഥിരമായി മദ്യപിക്കുന്ന മണികണ്ഠൻ സംശയത്തെ തുടർന്ന് ഭാര്യയുമായി വാക്കുതർക്കം പതിവായിരുന്നു. ഭരണി, ഇൻപു, അൻപു, മദൻ എന്നിവരാണ് മക്കൾ. ടാറിംഗ് തൊഴിലാളിയാണ് മണികണ്ഠൻ. തളാപ്പിൽ BJP നേതാവ് സുശീൽ കുമാർ ഉൾപ്പെടെ 3 പേർക്ക് വെട്ടേറ്റ സംഭവം. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച BJP കണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ, സംസ്ഥാന സമിതി അംഗം AV കേശവൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച 20-ന് BJPയുടെ നേതൃത്വത്തിൽ കണ്ണൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിന് മുന്നോടിയായാണ് തളാപ്പിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. BJP പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട 10 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തത് പോലീസിന്റെ കഴിവുകേടാണെന്നും CPM-ന് വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നും BJP നേതാക്കൾ ആരോപിച്ചു. അക്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പൈശാചിക മുഖമായിരുന്നു നമ്മൾ സുശീലിന്റെ ആക്രമണത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആവർത്തിച്ച് കേരള പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഒരു കാലത്തും സമാധാനം വെച്ചു പുലർത്താൻ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിത നിലപാടിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കൊട്ടിയൂർ പീഡനം 3 പ്രതികൾ കീഴടങ്ങി. ഫാദർ തോമസ് ജോസഫ് തേരകം, കന്യാസ്ത്രീകളായ ഡോക്ടർ ബെറ്റി ജോസ്, ഒഫീലിയ എന്നിവരാണ് ഇന്ന് രാവിലെ പേരാവൂർ CI സുനിൽകുമാറിന് മുമ്പാകെ ഹാജരായത്. കേസിലെ പ്രതികളായ ഇവരോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കൊട്ടിയൂർ പീഡന കേസുമായി ബന്ധപ്പെട്ട വയനാട് ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ ഫാദർ തോമസ് ജോസഫ് തേരകവും ശിശുക്ഷേമ സമിതി അംഗവുമായിരുന്ന ഡോക്ടർ സിസ്റ്റർ ബെറ്റി ജോസും അനാഥാലയ മേധാവി സിസ്റ്റർ ഒഫീലിയയും അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാവൂർ CI സുനിൽകുമാറിന്റെ മുന്നിലാണ് ഹാജരായത്. പ്രതിപട്ടികയിലെ 8ഉം 9ഉം 10ഉം പ്രതികളാണ് ഇവർ. 4 പ്രതികളോട് 5 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഇവരുടെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ചൊവ്വാഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഹാജരാകുന്ന അന്ന് തന്നെ ജാമ്യം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ശിശുക്ഷേമ സമിതി അംഗമായിരുന്നു സിസ്റ്റർ ബെറ്റി ജോസ്. വൈത്തിരി ഹോളി ഇൻഫന്റ് മേരി ബാലിക മന്ദിരം സൂപ്രണ്ടാണ് സിസ്റ്റർ ഒഫീലിയ. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട നടപടികളിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വയനാട് ശിശുക്ഷേമ സമിതി ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകത്തിനും മറ്റു 2 കന്യാസ്ത്രീകൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. വളപട്ടണത്ത് ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും വെട്ടേറ്റു. എറണാകുളത്ത് നിന്ന് കണ്ണൂരിൽ ചരക്കുമായി എത്തിയ ലോറിയിലെ ഡ്രൈവർ ജിംനേഷ്, ക്ലീനർ തോമസ് എന്നിവരെയാണ് ഇന്നലെ അർദ്ധരാത്രി 3-അംഗ സംഘം ആക്രമിച്ചത്. ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമെന്ന് കരുതുന്നു. ഇന്നലെ അർദ്ധരാത്രി 12ഓടെ വളപട്ടണം പഴയ ടോൾ ബൂത്തിന് സമീപത്താണ് സംഭവം. തൃശൂർ മുട്ടിക്കോട്ട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ ജിംനേഷ്, എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയും ക്ലീനറുമായ തോമസ് എന്നിവർക്കാണ് വെട്ടേറ്റത്. എറണാകുളത്തു നിന്നും കണ്ണൂരിൽ 2 ദിവസം മുമ്പാണ് ഇവർ ചരക്കുമായി എത്തിയത്. ചരക്കിറക്കിയ ശേഷം വളപട്ടണം പാലത്തിന് സമീപം ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. രാത്രിയിൽ ലോറിയിൽ തന്നെയായിരുന്നു ഇവരുടെ വിശ്രമം. ഇന്നലെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ സമീപത്തെ ഹോട്ടലിൽ ചെന്നിരുന്നു. ഭക്ഷണം കഴിച്ചു മടങ്ങവേ ഒരു സംഘവുമായി വാക്കേറ്റമുണ്ടായിരുന്നു. തിരികെ ലോറിക്ക് സമീപം എത്തിയപ്പോൾ 3-അംഗ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു.
ചെറുപുഴ കോഴിച്ചാൽ ടൗണിൽ കടകളിൽ മോഷണം. ഒരു കടക്ക് തീയിട്ടു. കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ നേർച്ചപ്പെട്ടി തകർത്ത് പണം കവർന്നു. ഇന്ന് പുലർച്ചെയാണ് മോഷണവും അക്രമവും നടന്നതെന്ന് കരുതുന്നു. പുലർച്ചെ 3:30 ടൗണിലെ ഇല്ലിമുട്ടിൽ ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള അച്ചു സ്റ്റോഴ്സിൽ നിന്നും തീ കണ്ടതിനെ തുടർന്ന് ഉടമസ്ഥനും സമീപവാസികളും എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സമീപത്തെ ജോയ് കൂനമ്പാറയുടെ ചിക്കൻ സ്റ്റാളിലും മനോജ് വെള്ളിമൂഴയുടെ ഉടമസ്ഥതയിലുള്ള അപ്പോളോ സിമെന്റ്സിലും മോഷണം നടന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ഗ്രോട്ടോയ്ക്ക് സമീപത്തെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടും തകർത്ത് മോഷണം നടത്തിയിട്ടുണ്ട്. കോഴിച്ചാലിൽ സർവീസ് നടത്തുന്ന ജനകീയ ജീപ്പിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടതായി പരാതിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ചെറുപുഴ, കാക്കേഞ്ചാൽ, താബോർ, തിരുമേനി, പ്രാപ്പോയിൽ, ചിറ്റാരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ കുറ്റക്കാരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണപുരത്ത് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. ഭർത്താവ് കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിനി മഞ്ജു. ഭർത്താവ് മണികണ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് കാരണം മദ്യപിച്ചുള്ള വാക്കുതർക്കമെന്ന സൂചന. കൊട്ടിയൂർ പീഡനം 3 പ്രതികൾ കീഴടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാവൂർ സിഐക്ക് മുന്നിൽ കീഴടങ്ങിയത് ഫാദർ തോമസ് ജോസഫ് തേരകവും കന്യാസ്ത്രീകളായ ബെറ്റി ജോസും ഒഫീലിയും. കീഴടങ്ങൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തളാപ്പിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർക്ക് വെട്ടേറ്റ സംഭവം. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച തളാപ്പിൽ BJPയുടെ പ്രതിഷേധ കൂട്ടായ്മ. 20-ന് കണ്ണൂർ DYSP ഓഫീസിലേക്ക് മാർച്ച്. പ്രതികളെ പിടികൂടാത്ത പോലീസ് CPM-ന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP നേതാക്കൾ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കൗസര കോംപ്ലക്സ്, കാൾടെക് ജംഗ്ഷൻ, കണ്ണൂർ. കോൺടാക്ട് 9745333222. GTechൽ പഠിച്ചാൽ ജോലിയുമുണ്ട്, വാല്യൂമുണ്ട്. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാപ്പ്, കണ്ണൂർ. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കെമിസ്റ്റ് ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സൗത്ത് ബാസാർ, കണ്ണൂർ. Bobby Jemanur International Jewelers. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പൊറുതിമുട്ടിയവരുടെ പോരാട്ടം എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ അസംബ്ലി കമ്മിറ്റി ഐക്യദാർഢ്യ യാത്ര സംഘടിപ്പിച്ചു. കാൽടെക്സിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമം വർദ്ധിച്ചതിലും ജനങ്ങളുടെ നടുവൊടിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിലും പ്രതിഷേധിച്ചാണ് ഐക്യദാർഢ്യ യാത്ര സംഘടിപ്പിച്ചത്. വർഗീയമായി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ് മോദി സർക്കാർ. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ സ്ത്രീ സംരക്ഷണം ഇല്ലാതാക്കി. സാധാരണക്കാർക്ക് റേഷനരി പോലും നിഷേധിച്ച നടപടി തികഞ്ഞ ജനവിരുദ്ധ നയമാണെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ മഹനീയമായ പാരമ്പര്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകളുടെ വിളനിലമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതിയും മതവും വിദ്വേഷവും അരാജകത്വവും ഈ നാട്ടിലുണ്ടാക്കി 8 മാസക്കാലത്തെ പിണറായി ഭരണം എല്ലാ മേഖലയിലും നമുക്കറിയാം കെടുകാര്യസ്ഥയുടെ ഒരു പ്രതീകമാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. 8 മാസം ഭരിച്ചപ്പോൾ 2 ലക്ഷം ക്രിമിനൽ കേസുകളും 1.25 ലക്ഷം പീഡന കേസുകളും 6200 സ്ത്രീ പീഡന കേസുകളും 1260 നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ച കേസുകളും. അതാണ് 8 മാസക്കാലത്തെ പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രം. ജാഥ ക്യാപ്റ്റൻ PA ഹരി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VV പുരുഷോത്തമൻ, ജോഷി കണ്ടത്തിൽ, CT ഗിരിജ, സുധീഷ് മുണ്ടേരി, റിജിൽ മാക്കുറ്റി, രാജീവൻ എളയാവൂർ, മുണ്ടേരി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മെക്കാഡം ടാറിംഗിൽ അപാകതയെന്ന പരാതി. DYFI പ്രവർത്തകർ ദേശീയപാതയിലെ മെക്കാഡം ടാറിംഗ് തടഞ്ഞു. ടാറിംഗ് അടർന്നു പോയതിനെ തുടർന്ന് പള്ളിക്കുന്ന് ഭാഗത്തെ ടാറിംഗ് പ്രവൃത്തിയാണ് ഇന്നലെ രാത്രി തടഞ്ഞത്. ടാറിംഗിലെ അപാകതയെ തുടർന്നാണ് DYFI പ്രവർത്തകർ ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തി തടഞ്ഞത്. കോഴിക്കോട്ടെ PK കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടാറിംഗ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ഭാഗത്ത് ടാർ ചെയ്തത് അടർന്നു പോയതിനെ തുടർന്നാണ് മക്കാനി ഭാഗത്ത് തടഞ്ഞത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് DYFI പ്രവർത്തകർ പ്രവൃത്തി നിർത്തിവെപ്പിച്ചത്.
പിന്നെ ഇങ്ങനെ ജില്ലയെല്ലാം ഇളകിയിട്ട് സൈഡിലേക്ക് പോയി. ആ ഇതിലാണ് നമ്മളിത് പറഞ്ഞത്. ഇത് ക്ലിയറാക്കാനാണ് പറഞ്ഞത്. ഓരോ പറഞ്ഞ് ഏതോ ഒരു മുൻധാരണയിലെ വന്നത് നമ്മൾ നേരിട്ട് അനുഭവിച്ച ഇതാണ് നമ്മൾ. ഇവരൊന്നും നമ്മൾ താഴെയണമെന്നല്ല, റോഡ് നല്ല രീതിയിൽ താഴെയണം എന്നുള്ള നമുക്ക് അഭിപ്രായം. ദേശീയപാത വിഭാഗം എഞ്ചിനീയർമാരെത്തി ചർച്ച നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ റിജു, പ്രസാദ് കൂടാളി എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള ലിവർ ഗ്യാസ്ട്രോ സയൻസസ് വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരോഗ്യമന്ത്രി KK ശൈലജ നവീകരിച്ച ലിവർ ആൻഡ് ഗ്യാസ്ട്രോ സയൻസസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി പ്രസിഡന്റ് M പ്രകാശൻ അറിയിച്ചു. ഹാൻവീവ് ചെയർമാൻ KP സഹദേവൻ, മുൻ MLA KK നാരായണൻ, റെപ്കോ ചെയർമാൻ N ചന്ദ്രൻ, ആശുപത്രി ഡയറക്ടർ വയക്കാടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഡോക്ടർ R കവിത, ഡോക്ടർ KV സന്തോഷ് കുമാർ എന്നിവരുടെ പൂർണ്ണസമയ സേവനം ലിവർ ആൻഡ് ഗ്യാസ്ട്രോ വിഭാഗത്തിൽ ലഭ്യമാക്കും. മറ്റെല്ലാ ചികിത്സാ മേഖലയിലും ഉള്ളതുപോലെ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ചില സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 20 മുതൽ 40% വരെ കുറഞ്ഞ ചെലവിലാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയും അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു ഡോക്ടർ ഞങ്ങൾക്ക് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ R കവിത. പുതിയ സംവിധാനം ആരംഭിക്കുന്നതോടുകൂടി ഗ്യാസ്ട്രോ സർജൻ കൂടി അവിടെ വരികയാണ്. ഡോക്ടർ KY സന്തോഷ് കുമാർ. നമ്മുടെ ജില്ലയിൽ എവിടെയും ഗ്യാസ്ട്രോ സർജന്മാർക്ക് നിലവിലില്ല. ആദ്യമായിട്ടാണ് അത്തരമുള്ള സംവിധാനം നമ്മളിവിടെ ഏർപ്പെടുന്നത്. നേതാവില്ലാത്തതാണ് കോൺഗ്രസിന്റെ പരാജയമെന്ന് കഥാകൃത്ത് T പത്മനാഭൻ. കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കോളേജ് അധ്യാപകനായ ഡോക്ടർ T ശശിധരൻ എഴുതിയ റാഡിക്കൽ പൊളിറ്റിക്സ് ഓഫ് കണ്ണൂർ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തന്റെ ഉള്ളു ചൂഴ്ന്നു നോക്കിയാൽ കോൺഗ്രസുകാരനെ കാണാം. കോൺഗ്രസിന് നേതാവില്ല, അതാണ് അവരുടെ പരാജയ കാരണം. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനാവില്ലെന്ന് നമ്മുടെ നേതാക്കൾ ഓർക്കണം. തിരഞ്ഞെടുപ്പിൽ തോറ്റുകഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനു പകരം തിരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറ്റം പറയുന്നത് തരംതാണ പ്രവൃത്തിയാണെന്നും T പത്മനാഭൻ പറഞ്ഞു. ദുഃഖം കൊണ്ടാണ് പറയുന്നത്. ഇത് അങ്ങനെയായിരുന്നു. കോൺഗ്രസിന് ഒരു നേതാവില്ല, സത്യം പറയും, ഒരു നേതാവില്ല. BJPക്ക് നേതാവുണ്ട്. അതുകൊണ്ട് അവർ വിജയം കൊയ്യുന്നു. BJP വിജയം കൊയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നൊന്നുമില്ല. പക്ഷേ അവർ വിജയിക്കുകയാണ് എന്ന് പറയുവാനുള്ള ഒരു മര്യാദ എങ്കിലും നമുക്കുണ്ടായിരിക്കണം. ഇനി ഇത് ഉത്തരേന്ത്യയിൽ നടന്ന കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഇവിടെ കേരളത്തിലെത്തുമ്പോൾ ഇതിൽ നിന്ന് നാം വളരെ വലിയ ഒരു പാഠം പഠിക്കുവാനുണ്ട്. പഠിക്കുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. പാഠം പഠിക്കാതിരിക്കലാണ് നമ്മളുടെ വിരുത് കിടക്കുന്നത്. ജവഹർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ദിനകരൻ കുമ്പിലാത്ത പുസ്തകം പരിചയപ്പെടുത്തി. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ, ഗവൺമെന്റ് പ്ലീഡർ BP ശശീന്ദ്രൻ, ഡോക്ടർ T ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രണ്ണൻ കോളേജിലെ സിന്തറ്റിക് ട്രാക്കിന് 8 കോടിയുടെ കേന്ദ്ര സഹായം. ആദ്യ ഗഡുവായ 2.50 കോടി രൂപ അടുത്ത ദിവസം നൽകും. 31-ന് മുൻപ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കണമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ നിർദ്ദിഷ്ട സിന്തറ്റിക് ട്രാക്കിന് കേന്ദ്ര സർക്കാരിന്റെ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ നിന്ന് 7 കോടിയാണ് നീക്കിവെച്ചത്. ബാക്കി തുക സായിയുടെ ഫണ്ടിൽ നിന്ന് ലഭിക്കും. ആദ്യ ഗഡു 2.50 കോടി രൂപ സായിയുടെ തിരുവനന്തപുരം ഓഫീസ് ഫണ്ടിലേക്ക് അടുത്ത ദിവസം നിക്ഷേപിക്കും. 31-ന് മുൻപ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച തുക മതിയാകാത്ത സാഹചര്യത്തിൽ ബാക്കി പണം സായി വഹിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ കോളേജ് കൂടിയാണ് ബ്രണ്ണൻ കോളേജ്. സർവശിക്ഷാ അഭിയാൻ കണ്ണൂർ നോർത്ത് BRC കണ്ണൂർ മണ്ഡലം മികവുത്സവം ശിക്ഷാസദൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു.
വിദ്യാഭ്യാസ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് പൊതുവിദ്യാലയങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മികവുത്സവം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് കണ്ണൂർ കോർപ്പറേഷൻ നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മേയർ ഇ.പി. ലത പറഞ്ഞു. കലാപരമായിട്ടുള്ള കഴിവുകളും നിരവധി കഴിവുകളുള്ളവരാണ് കുട്ടികൾ. അവർക്ക് അവസരങ്ങളാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു അവസരങ്ങളാണ് നമ്മുടെ മികവുത്സവം വഴി നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ എൻ ബാലകൃഷ്ണൻ, AEO KV സുരേന്ദ്രൻ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ KM കൃഷ്ണദാസ്, K കൃഷ്ണൻ, ഡോക്ടർ M ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. അയൽവാസിയുടെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ലെന്ന പരാതി. തിമിരി ചെറുപാറയിലെ ആനക്കുഴയിൽ ശ്രീജയാണ് തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്ന് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. SP-ക്കും DYSP-ക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും അവർ പറഞ്ഞു. 13-ാം തീയതി DYSP ഓഫീസിലേക്ക് എന്നെ വിളിപ്പിക്കുകയും എൻ്റെ പരാതി ശേഖരിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാത്രി വീണ്ടും ഇവർ വന്ന് എൻ്റെ വീടിൻ്റെ ജനലിൻ്റെ വീട് പണി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് എടുത്താൽ ഗ്ലാസ് ഇട്ടില്ല, ജനലിൻ്റെ പ്ലാസ്റ്റിക് അടിച്ചിരിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് കീറി പെരക്കുള്ളിലേക്ക് ലൈറ്റ് അടിക്കുകയും കുറച്ച് കൊടുക്കുകയും ചെയ്തു. മുറ്റത്തൂടെയൊക്കെ നടക്കുകയും പതിവാണ് പോലെ വന്നു. അപ്പം ഞാൻ പിറ്റേന്ന് പോയി വീണ്ടും DYSPയോട് നേരിട്ട് പരാതി പറയാൻ വേണ്ടി പോയി. DYSPയെ കണ്ട് എന്നെ കണ്ടപാട് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തു എന്ന കാരണത്താൽ എനിക്ക് ഭ്രാന്താണെന്നും എന്നെ കോഴിക്കോട് ഭ്രാന്തികളെ ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് താമസിപ്പിക്കാം, അല്ലെ ഞാൻ വീട് വിട്ട് അങ്ങോട്ടേലും മാറിക്കോ, അല്ലാണ്ട് ഇതിനൊരു പരിഹാരമില്ല എന്നാണ് പറയുന്നത്. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി. മേയർ ഇ.പി. ലത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കവിയൂർ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു എളയാവൂർ, MK മനോഹരൻ, GD നായർ തുടങ്ങിയവർ സംസാരിച്ചു. കലാസാംസ്കാരിക പ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാനമേള അരങ്ങേറി. കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന പുസ്തകോത്സവം 22-ന് സമാപിക്കും. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് DTPCയുടെ സഹകരണത്തോടെ സാംസ്കാരിക ഉത്സവവും നടക്കും. ഏറ്റവും നല്ല രീതിയിൽ എല്ലായിടത്തുമുള്ള നിരവധി പുസ്തകങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കഴിവിനനുസരിച്ച് എല്ലാവരും വാങ്ങി അത് ഏറ്റവും സമ്പുഷ്ടമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വായന അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പുസ്തകോത്സവങ്ങളെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കേണ്ടത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവം എഴുത്തുകാരുമായി വിദ്യാർത്ഥികൾ സംവാദം നടത്തി. കളക്ടറേറ്റ് മൈതാനിയിൽ നടന്ന സംവാദം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കവിയൂർ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരായ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ, പ്രകാശ് വാടിക്കൽ, ബഷീർ പെരുവളത്ത് പറമ്പ് എന്നിവരുമായാണ് ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ സംവാദം നടത്തിയത്. എഴുത്തിന്റെ അനുഭവങ്ങൾ, രാഷ്ട്രീയം, ആദ്യകൃതി തുടങ്ങിയ എഴുത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിദ്യാർത്ഥിനികളുമായി സംവദിച്ചു. നാടക സങ്കേതങ്ങളെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ ഉതകുന്ന സർഗാത്മക നാടകം എന്നൊരു മാറ്റമുള്ളത് പരീക്ഷിക്കുന്നു. ക്ലാസ് റൂമിൽ എങ്ങനെ നാടകത്തിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താം എന്നത്. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK ബൈജു, M മോഹനൻ, TA കരുണാകരൻ തുടങ്ങിയവരും സംസാരിച്ചു. വിപുലീകരിച്ച മുണ്ടേരിമൊട്ട ഖദർ മസ്ജിദും പൊതുസമ്മേളനവും LC അബ്ദുൾ സത്താർ നഗറിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. NP കുഞ്ഞു മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ഗഫൂർ ഫൈസി, അബ്ദുൾ സലാം സഖാഫി, TP അബൂബക്കർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. അല്ലാഹു ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട പ്രതലവും പള്ളി തന്നെയാണ്. കാരണം അത് വഖഫ് ചെയ്യുന്നതോടുകൂടി മറ്റുള്ള പ്രതലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിടെ ഇരിക്കുന്നത് പോലും ഇബാദത്തായി അള്ളാഹു കണക്ക് കൂട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തെ എത്രത്തോളം മഹത്വവൽക്കരിച്ചിരിക്കുന്നു ഇസ്ലാം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അറിയിപ്പ്. കാവുംതാഴ LP സ്കൂൾ നവതി ആഘോഷത്തിന്റെ ഭാഗമായുള്ള രക്ഷാകർതൃ ശില്പശാലയും PCM സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അവാർഡ് ദാനവും നാളെ സ്കൂളിൽ നടക്കും. ജില്ലാ സഹകരണ ബാങ്ക് ക്ലർക്ക് കാഷ്വൽ റാങ്ക് ഹോൾഡേഴ്സ് യോഗം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കും. ബന്ധപ്പെട്ട നമ്പർ 9745 418600.
കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ MBA അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷയ്ക്കായ KMAT കേരള എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏകദിന സൗജന്യ കോച്ചിംഗ് ക്ലാസ് നടത്തുന്നു. 18-ന് ICM പറശ്ശിനിക്കടവിലാണ് ക്ലാസ്. ബന്ധപ്പെട്ട നമ്പർ 0497-2784-0002. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള റീജിയൻ 25-നും 26-നും സൗജന്യ ധ്യാന പരിശീലനം നൽകും. കണ്ണൂർ ശിക്ഷ സദൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9-ന് ആരംഭിക്കും. 16 വയസ്സിന് മുകളിലുള്ള ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 പേർക്കാണ് പ്രവേശനം. ബന്ധപ്പെട്ട നമ്പർ 9510881166. കണ്ണൂർ വളപട്ടണം മാടായി റോഡ് സെക്ഷനുകളുടെ കീഴിൽ പൊതുമരാമത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള തട്ടുകട, ഫ്ലെക്സ് ബോർഡുകൾ തുടങ്ങിയവ ഒരാഴ്ചക്കകം നീക്കം ചെയ്യണമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണപുരത്ത് ഭാര്യയെ തലക്കടിച്ചു കൊന്നു, ഭർത്താവ് കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിനി മഞ്ജു. ഭർത്താവ് മണികണ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് കാരണം മദ്യപിച്ചുള്ള വാക്കുതർക്കമെന്ന സൂചന. കൊട്ടിയൂർ പീഡനം 3 പ്രതികൾ കീഴടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാവൂർ CIക്ക് മുന്നിൽ കീഴടങ്ങിയത് ഫാദർ തോമസ് ജോസഫ് തേരകവും കന്യാസ്ത്രീകളായ ബെറ്റി ജോസും ഒഫീലിയും. കീഴടങ്ങൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തളാപ്പിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർക്ക് വെട്ടേറ്റ സംഭവം. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച തളാപ്പിൽ BJPയുടെ പ്രതിഷേധ കൂട്ടായ്മ. 20-ന് കണ്ണൂർ DYSP ഓഫീസിലേക്ക് മാർച്ച്. പ്രതികളെ പിടികൂടാത്ത പോലീസ് CPMന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന BJP നേതാക്കൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.